നമ്മുടെ രാജ്യത്ത് 3.5 കോടിയോളം ബംഗ്ലാദേശി പൗരന്മാർ അനധികൃതമായിട്ട് ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് താമസിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ട് ഇപ്പോൾ കുറച്ച് സമയമായിരിക്കുന്നു. എന്താണ് ഈ പറയുന്ന ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയിൽ ഇങ്ങനെ വന്നുകൂടാനും ഇവിടെ സുരക്ഷിതമായിട്ട് താവളം ഒരുക്കി അവർക്ക് താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് ഏത് സമയത്ത് മുതലാണെന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അസമിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് അസം കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. ഇപ്പോൾ 10 വർഷമായിട്ട് അവിടെ BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ BJP ഭരിക്കുന്നതിന് മുന്നോടിയായിട്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊക്രജാർ പോലെയുള്ള അസമിലെ ജില്ലയിൽ ഒരു വലിയ കലാപം ഉണ്ടായിരുന്നു. അതിനെ അസം കലാപം എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മളത് ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാം എന്താണ് അതിനുള്ള സാഹചര്യം ഒരുക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയിട്ടുള്ള ബംഗ്ലാദേശി പൗരന്മാരായിട്ടുള്ള ആളുകൾ അവിടെ അവർക്ക് ഭൂമി വേണമെന്ന് പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ അസമിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭൂമി പിടിച്ചടക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും അസമിൽ ഒരു വലിയ രീതിയിൽ ഇവരുടെ ഒരു കൈവശം അല്ലെങ്കിൽ ഭൂമി പൂർണ്ണമായിട്ട് കൈവശം വെക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സ്വാധീനത്തിലേക്ക് കാര്യങ്ങൾ പോയ സമയത്താണ് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ അസ്വസ്ഥതയുണ്ടായി, സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വലിയ രീതിയിൽ ഒരു കലാപമായിട്ട് ഇത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ബംഗ്ലാദേശികൾക്ക് അസമിൽ വന്ന് കൃത്യമായിട്ട് താമസിക്കാൻ സാധിച്ചിരുന്നത്? കോൺഗ്രസിന്റെ അവിടുത്തെ സർക്കാർ കൃത്യമായിട്ട് ആധാറും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള റേഷൻ കാർഡും മറ്റ് സർട്ടിഫിക്കറ്റുകളും തയ്യാറാക്കി അവരെ ഇന്ത്യൻ പൗരന്മാരാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള ഒരു രീതി അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതേ സാഹചര്യം തന്നെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസും ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഈ പറയുന്ന ബംഗ്ലാദേശികൾക്കൊപ്പം നിന്നിട്ടുണ്ട്. തർക്കമില്ല. ബംഗ്ലാദേശികളുടെയും കൂടി വോട്ടിന്റെ ഒരു ഫലത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യതയുടെ ഭാഗമായിട്ട് തന്നെയാണ് മമതാ ബാനർജി കഴിഞ്ഞ വട്ടവും വലിയ രീതിയിലെ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ വിജയിച്ചു പോകുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. അത് ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ മമതാ ബാനർജിയുടെ സീറ്റിന്റെ എണ്ണത്തിൽ വലിയ വർധനവും വോട്ടിന്റെ എണ്ണത്തിലൊക്കെ വലിയ വർധനവും. എന്ത് വികസനമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മമതാ ബാനർജി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇന്ന് പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ രീതിയിൽ പിറകിൽ നിൽക്കുന്ന സംസ്ഥാനം ഒന്നാണ് പശ്ചിമ ബംഗാൾ. 36 വർഷം CPM-ഉം ഇതേ നിലപാട് തന്നെ ബംഗ്ലാദേശിൽ പശ്ചിമ ബംഗാളിൽ സ്വീകരിച്ചിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾക്ക് ആധാറും റേഷൻ കാർഡും മറ്റ് ഐഡന്റിറ്റി കാർഡുകളെല്ലാം തയ്യാറാക്കി കൊടുത്ത് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന രാജ്യത്തിനോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം ആയിരുന്നു പശ്ചിമ ബംഗാളിൽ ഇവരെല്ലാവരും ചെയ്തത്. അപ്പോൾ ഈ പശ്ചിമ ബംഗാളിലും അസമിലും ഈ 2 സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിനോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. CPM-ഉം തൃണമൂൽ കോൺഗ്രസും ഇതിൽ ഒരുപോലെ പ്രതികളാണ്. ഈ പറയുന്ന ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയിൽ വന്ന് സുഖകരമായിട്ട് താമസിക്കാനുള്ള അവസരം ഒരുക്കി. അപ്പോൾ ഇപ്പോൾ ഈ വിഷയം പറയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ബംഗ്ലാദേശികളെ പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിനായിട്ടുള്ള ഒരു ഗംഭീര ബില്ല് പാർലമെന്റിൽ BJP പാസ്സാക്കാൻ പോവുകയാണ്. ഈ ബില്ലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നിരന്തരമായിട്ട് ബംഗ്ലാദേശികൾക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള താവളങ്ങൾ ഒരുക്കുന്ന ആളുകളുടെ പാസ്പോർട്ട് വരെയും റദ്ദാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടാണ് വരാൻ പോകുന്നത്. പൂർണ്ണമായിട്ടും ഇവിടെ താമസിച്ചിട്ടുള്ള അനധികൃതമായിട്ട് കയറിയിട്ടുള്ള ബംഗ്ലാദേശികളെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് കടത്താൻ, ബംഗ്ലാദേശിലേക്ക് തന്നെ കടത്തിവിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടത്തുന്നു. ഈ ബംഗ്ലാദേശികൾ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കയറിയിരിക്കുന്നവർ വലിയ രീതിയിൽ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ആക്രമിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പലായനം ചെയ്തിട്ടുള്ള ആളുകൾ അടക്കം ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഉണ്ട് എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിലൊന്നൊരു തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പോൾ ഇവരെ കൂടി പുറത്തേക്കാക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഓടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ബില്ലാണ് പാർലമെന്റിൽ BJP പാസ്സാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ കേരളത്തിന്റെ ഒരു സാധ്യത കൂടി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ജനസംഖ്യ ലക്ഷങ്ങളാണ് ഇപ്പോൾ ബംഗാളികൾ എന്നുള്ള പേരിൽ പല ആളുകളും ഇവിടെ താമസിക്കുന്നത്. കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഇതിൽ ചെറിയ ആളുകളെ ചെറിയ സംഖ്യകളാണ് ഈ അടുത്ത സമയങ്ങളിലായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 6 ദിവസങ്ങൾക്ക് മുന്നേ തൃശ്ശൂരിൽ നിന്ന് ആക്രി കച്ചവടം നടത്തിയിട്ടുള്ള 3 ബംഗ്ലാദേശി പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ഒരു ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളൊക്കെ സംശയത്തിന്റെ നിലയിൽ മറ്റാരോ വിളിച്ച് പോലീസിനെ അറിയിച്ചാണ് ഇവർ ബംഗ്ലാദേശികളാണെന്നുള്ള കൃത്യമായിട്ടുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഇവർ ബംഗ്ലാദേശികൾ തന്നെയാണെന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഉറപ്പായിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു 10 ദിവസങ്ങളോളമായിട്ട് കൊച്ചിയിൽ 10 ദിവസത്തിന് മുന്നേ കൊച്ചി
ഈ മുനമ്പത്ത് നിന്ന് 27ഓളം ആളുകളെ ഇതുപോലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അത് ഭീകരവിരുദ്ധ സ്ക്വാഡ് അടക്കം ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു. അതിൽ 27 പേരും ബംഗ്ലാദേശികളാണെന്നുള്ളതാണ്. അതിൽ പറവൂരുള്ള മന്നം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കുക. അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിലുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരോട് പാർപ്പിച്ചിരുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഇവർക്ക് ഇനി ഇതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഇതുപോലെ അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാർക്ക് കൃത്യമായിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ആളുകൾക്കെതിരെ അടക്കം കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു ബില്ലാണ് വരാൻ പോകുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ഇത് വലിയ രീതിയിൽ തന്നെ രാജ്യത്ത് പ്രതിപാദിക്കാൻ പോവുകയാണ്. ഇനി ഇതുപോലെ ഇപ്പൊ പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്ന സമരം അല്ലെങ്കിൽ നടത്തിയിരുന്ന സമരം, ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സമരം, കർഷക സമരം, ഇതുപോലുള്ള സമരങ്ങളൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് പൊട്ടിപ്പൊളിഞ്ഞു പോയ കാര്യം എല്ലാവർക്കും അറിയാം. താൽക്കാലികമായിട്ട് കേന്ദ്ര സർക്കാരിന് നേരെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ജനരോക്ഷം ഉണ്ടാക്കിയെടുക്കുക, കള്ളം പ്രചരിപ്പിക്കുക, സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ ഇതെല്ലാം ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഭാരത് ജോഡോ യാത്ര നടത്തുക. ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ടുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും വ്യാപകമായിട്ടുള്ള രീതിയിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഗംഭീരമായിട്ട് പൊട്ടിത്തോറ്റ് തുന്നം പാടിയതാണ്. അപ്പൊ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വലിയ രീതിയിൽ പരിശ്രമിക്കുകയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവുമൊക്കെ. അപ്പോൾ ഇവരുടെ എല്ലാം അധീനതയിലുള്ള പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ അനധികൃതമായിട്ട് ബംഗ്ലാദേശികൾക്ക് കയറി കൂടി താമസിക്കാനുള്ള ആ സൗകര്യം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവർക്ക്. ഇപ്പോൾ അസമിൽ ഇത് നടക്കുന്നില്ല. അസമിലെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് ഹേമന്ത് ബിശ്വ ശർമ്മ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ബംഗ്ലാദേശികൾ, കൊടും ക്രിമിനൽ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തിനകത്ത് വന്ന് പ്രവേശിച്ച് അത് 3 കോടിയിൽ മുകളിൽ ആളുകൾ ഇവർ ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുക. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാണെന്നുള്ളത് തർക്കമില്ല. പല പല ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കുക. ദില്ലി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള ഒരു ചാനൽ ഇവിടെ ഇതുപോലെയുള്ള അതിഥി തൊഴിലാളികൾ എന്നുള്ള വ്യാജേന പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബൈറ്റ് എടുക്കുന്ന, ഒരു അഭിമുഖം എടുക്കുന്ന സമയത്ത് ഒരു കാര്യമാണ് പുറത്തേക്ക് വന്നത്. അതിൽ ഒരു അഭിമുഖം നൽകുന്ന ഒരാൾ ഇന്ത്യയിൽ നിങ്ങളുടെ ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ യോഗി ആദിത്യനാഥാണ് തങ്ങളുടെ ശത്രു എന്നുള്ള രീതിയിലേക്ക് പരസ്യമായിട്ട് പറയുകയും യോഗി ആദിത്യനാഥിന്റെ തല വെട്ടി മാറ്റണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം പറയുക എന്നുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇയാൾ അറസ്റ്റ് ചെയ്ത സമയത്ത് പിസ്റ്റൾ പോലും കിട്ടിയിരുന്നു. പിസ്റ്റൾ എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് പറഞ്ഞപ്പോൾ കൂടെയുള്ള ആളുകൾക്ക് ആത്മവിശ്വാസവും മറ്റുള്ളവർക്ക് ഭയവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് താനിത് ചെയ്തത് എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ബംഗ്ലാദേശി പൗരന്മാർ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അധിവസിക്കുന്നുണ്ട്. ഇവരെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി തിരഞ്ഞു പിടിച്ചുകൊണ്ട് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഇവരെ നമ്മുടെ നാട്ടിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് തന്നെ കടത്തിവിടുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് BJP സർക്കാർ വരുന്ന ദിവസങ്ങളിൽ അതിനായിട്ടുള്ള ബില്ലുകൾ പാസാക്കി കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്താൻ പോവുകയാണ്. അപ്പോൾ 1% പോലും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഇതുപോലെയുള്ള ആളുകളെ ഒരു രീതിയിലും ഇവിടെ താമസിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ ആരും അതിനുവേണ്ടി ഇനി ശ്രമിക്കാൻ പാടില്ല. ശ്രമിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾക്ക് വരാനിരിക്കുന്ന സമയങ്ങളിൽ അത് ബോധ്യപ്പെടും. അതുപോലെ കർശനമായിട്ടുള്ള പാസ്പോർട്ട് പോലും റദ്ദാക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല.